പാർട്ടി അനുമതിയില്ലാതെ പൊതുവിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടെന്ന നിർദ്ദേശവുമായി ബി.ജെ.പി. അന്വേഷണ ഏജൻസികൾക്ക് പരാതി നൽകരുതെന്നും സർക്കുലറിൽ പറയുന്നു. വേടനെതിരായ ബി.ജെ.പി. കൗൺസിലറുടെ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് സർക്കുലർ. വിവരങ്ങളുമായി വി.എസ്. അനു ചേരുന്നുണ്ട്. അനു, ഈ ഒരു സർക്കുലർ വരുന്ന പശ്ചാത്തലം ശ്രദ്ധേയമാണ്. വേടനെതിരെ വലിയൊരു ആരോപണമായിരുന്നു കൗൺസിലർ ഉന്നയിച്ചിരുന്നത്. ഇനി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ബി.ജെ.പിയുടെ ഓഫീസ് ഇൻചാർജ് ആയിട്ടുള്ള ജനറൽ സെക്രട്ടറി സുധീറാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഒരു സർക്കുലർ ബി.ജെ.പി. പ്രവർത്തകർക്കായി നൽകിയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് പാർട്ടിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ഏതെങ്കിലും ഭാരവാഹികളോ ജനപ്രതിനിധികളോ അംഗങ്ങളോ ഏതെങ്കിലും പൊതുവിഷയങ്ങളിൽ ഒരു വ്യവഹാരത്തിൽ ഏർപ്പെടുവാനോ അന്വേഷണ ഏജൻസികൾക്ക് പരാതി നൽകുവാനോ പാടുള്ളതല്ല എന്നുള്ളതാണ് ഈ സർക്കുലറിലെ ആദ്യ ഭാഗത്ത് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം വേടൻ്റെ 4 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു വോയിസ്ലെസ് എന്ന് പറയുന്ന റാപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ ഒരു പരാതി നൽകിയിരുന്നത് എൻ.ഐക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും എതിരായിരുന്നു. ആ പാർട്ടിയിലെ പരാമർശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ പരാതി. അത് വലിയ രീതിയിൽ ഒരുപക്ഷേ മോദിക്ക് തന്നെ അല്ലെങ്കിൽ ബി.ജെ.പിക്ക് തന്നെ എതിരാവുന്ന തരത്തിലാണ്. ഇത് ഏത് പരാമർശമാണ് മോദിക്കെതിരാണ് എന്നുള്ള തരത്തിലൊക്കെ ചർച്ച വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഏതെങ്കിലും പൊതുവിഷയത്തിൽ ഇത്തരത്തിലുള്ള പരാതികളോ കേസുകളോ കൊടുക്കുമ്പോൾ അത് പാർട്ടിയുടെ അനുമതി വേണം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടെ ഈ സർക്കുലറിൻ്റെ 2ാം ഭാഗത്ത് പറയുന്നത്, പാർട്ടി വക്താക്കളോ മീഡിയ പാനലിസ്റ്റുകളോ അല്ലാതെ മറ്റാരും തന്നെ സംസ്ഥാന അധ്യക്ഷൻ്റെയോ സംസ്ഥാന മീഡിയ പ്രഭാരിയുടെയോ അനുമതിയില്ലാതെ പൊതുകാര്യങ്ങളിൽ അഭിപ്രായം പറയരുത് എന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം കൂടെയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബി.ജെ.പിയിലെ ഇപ്പോഴത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് അക്കാര്യങ്ങളിൽ ഒരു പരസ്യ വിമർശനം അല്ലെങ്കിൽ പ്രസ്താവനകൾ, അഭിമുഖങ്ങൾ പാർട്ടി അനുമതിയില്ലാതെ പൊതുവിഷയങ്ങളിൽ പ്രതികരിക്കേണ്ട എന്ന നിർദ്ദേശവുമായാണ് ബി.ജെ.പി. എത്തിയിരിക്കുന്നത്. വേടൻ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദത്തിന്മേലാണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടാകുന്നത്. വി.എസ്. അനുവാണ് വിവരങ്ങൾ നൽകിയത്.